ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്നാറിൽ നിന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിലെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്നാണ് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മളെല്ലാ വർഷവും ന്യൂ ഇയർ സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും പോകാറുണ്ട്. ആമിക്ക് ആ ഒരു സമയത്താണ് ലോങ് വെക്കേഷൻ വരുന്നത്. ഒരു വിൻ്റർ വെക്കേഷൻ ഒരു 1 വീക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തത് പളനിയിലായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ട് പിന്നെ പളനിയിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ തിരികെ വന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ മൂന്നാറിലാണ് ഉള്ളത്. അപ്പോൾ അതേ നമ്മുടെ റിസോർട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയേക്കുന്നത് 1-2 സ്ഥലങ്ങളിലുള്ള സൈറ്റ് സീയിങ് കാണാനുണ്ട്. അങ്ങനെ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നതിന് ശേഷം നല്ലപോലെ കോൾഡും ചുമയൊക്കെ പറ്റി. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, എങ്ങനെയുണ്ട് അസുഖമൊക്കെ ഭേദമായോ എന്ന്. ശരിക്കും പറഞ്ഞാൽ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ചെന്നൈയിൽ എത്തിയതിന് ശേഷം നല്ല ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ദേ ആമി രാവിലെ തന്നെ വന്ന് ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ കോംപ്ലിമെൻ്ററി ആണ് എന്നുള്ളത്. അങ്ങനെ ദേ നമ്മൾ ആദ്യം തന്നെ വരുന്നത് ഡ്രീം ലാൻഡ് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ ഇതിവിടെ ആനച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്തിട്ടുള്ള അതേ കാറിൽ തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ മൂന്നാറിൽ നമ്മൾ 2 ദിവസം സൈറ്റ് സീയിങ് ആണ് പറഞ്ഞിരുന്നത്. അതിൽ ഫസ്റ്റ് ഡേ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കും, സെക്കൻഡ് ഡേ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ദേ വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങളിത് ഇവിടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത 40-ൽ കൂടുതൽ ഗെയിംസ് ഇവിടെ അലൗഡാണ്. ഗെയിംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഔട്ട്ഡോർ ഗെയിംസ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഗെയിംസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സിപ്പ് ലൈനും പിന്നെ കേബിൾ കാറും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൽട്ട്സിനാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ 2 പേർക്ക് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഫ്രീ ആണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ന്യൂ ഇയർ ഓഫർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അഡൽട്ട്സിൻ്റെ ടിക്കറ്റ് വരുന്നത് ഒരാളിന് 800 റുപ്പീസാണ്. അപ്പോൾ 2 പേർക്ക് 1600 അടച്ചു കഴിഞ്ഞാൽ മോൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു കുട്ടിക്ക് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ വന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് എല്ലാ റൈഡ്സിലും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേഞ്ചറസ് അല്ലാത്ത ഒരുപാട് അഡ്വഞ്ചേഴ്സ് അല്ലാത്ത ഗെയിംസിൽ മാത്രമാണ് ആമി കയറ്റിയിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ വന്നതിന് ശേഷം സിപ്പ് ലൈനിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മിറർ ഹൗസിൽ കയറുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മിറർ വെച്ചേക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി അവസാനം ചെന്ന് മുട്ടുന്നത് ലാസ്റ്റ് ഡോറിലായിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് വഴി മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മിറർ ആയതുകൊണ്ട് തന്നെ അതിൽ റിഫ്ലക്ഷൻ അടിക്കുന്നതുകൊണ്ട് വൈറ്റ് കളറിലാണ് നമ്മുടെ ഡ്രസ്സ് കാണുന്നത്. പിന്നെ കേബിൾ കാർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 12Dയുടെ ഒരു VR ഷോ ഉണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതിൽ ഞാൻ ശരിക്കും നല്ലതായിട്ട് പേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്വിങ് ഉണ്ട്. ഇത് ഇങ്ങനെ റോപ്പിൽ കൂടി വരുന്ന സ്വിങ് ആണ്. അപ്പോൾ നമുക്കൊരു ഫാമിലിക്കാണെങ്കിൽ 2 പേർക്ക് ഇരിക്കുന്ന രീതിയിലാണ് ഊഞ്ഞാൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഓരോ സെക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിങ് സെക്ഷൻ കുട്ടികളുടേതാണ്. ഏറ്റവും താഴെ നിന്ന് മേളിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ അതവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ നമ്മൾ വരേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ആമിയും 1-2 ഇതിലൊക്കെ കയറിയിട്ടുണ്ട്. എല്ലാത്തിലൊന്നും ഞാൻ കയറിയിട്ടില്ല. പിന്നെ അത് ഈ ഒരു കയറ് കെട്ടിയിട്ട് ഈ പാലം പോലെ നിൽക്കുന്നുണ്ടോ, തൂക്കുപാലം പോലത്തെ ഈ സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിലൊന്ന് ചെറുതായിട്ട് പേടിച്ചെങ്കിലും പിന്നെ പേടി തോന്നിയില്ല. ഞാൻ താഴോട്ടേക്ക് അധികം നോക്കത്തില്ല. നോക്കിയാൽ നല്ലപോലെ തല കറങ്ങും. അതുകൊണ്ട് നേരെ നോക്കിയാണ് നടക്കുന്നത്. താഴെ ഒരു ആർട്ടിഫിഷ്യൽ പൂളാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് നല്ല സ്പീഡിന് കൈയൊക്കെ പിടിക്കാതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൈയൊക്കെ പിടിച്ചൊക്കെയാണ് വന്നത്. പിന്നെ അത് ഹസ്ബൻഡ് അടുത്ത് സിപ്പ് ലൈനിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ അതിന് മുന്നേ തന്നെ
ഇതുപോലെ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി കൊടുക്കണം. നമ്മൾ സൈൻ ചെയ്തതിന് ശേഷമേ കയറാൻ പാടുള്ളൂ. അപ്പോൾ അതേ സിപ്പ് ലൈനിൽ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഞാൻ ഇതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് നല്ലപോലെ തന്നെ പറഞ്ഞതാണ് കയറാനായിട്ട്. പക്ഷേ ഞാൻ കയറിയില്ല, എനിക്ക് നല്ല പേടിയായതുകൊണ്ട്. പിന്നെ ഞാൻ ഈ സൈക്ലിങ്ങിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവർ ആദ്യം തന്നെ ഒരു ബെൽറ്റ് തരും. ഈ ബെൽറ്റ് ഇട്ട് നമ്മളെ ഒന്ന് സേഫാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള റൈഡ്സിലൊക്കെ കയറ്റത്തുള്ളൂ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സൈക്ലിങ്ങിൽ കയറി ഫസ്റ്റ് ടൈമാണ് ഞാൻ സൈക്ലിങ്ങിന് കയറുക. സ്കൈ സൈക്ലിംഗ് എന്നാണ് ഇതിന്റെ പേര്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. റോപ്പിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും പേടി തോന്നുമെങ്കിലും പക്ഷെ പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ രാവിലെ ഒരു 9:30 ഇറങ്ങി, 10:00 അവിടെ എത്തി. പിന്നെ ഒരു 12:30 1 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ശരിക്കും 40 റൈഡ്സിലും കയറി നല്ല എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ വരുന്ന വഴിയിൽ തന്നെ നമ്മളിവിടെ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, റെസ്റ്റോറൻ്റ് ആണ്. അവർക്ക് 1-2 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറിയിട്ട് ലഞ്ചും കഴിച്ചിട്ട് വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ആനച്ചലില് രാഗ എന്ന് പറഞ്ഞിട്ട് ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തുന്ന ഒരു സെൻ്റർ ഉണ്ട്, ഒരു തിയേറ്ററാണ്, പ്രൈവറ്റ് തിയേറ്ററാണ്. അവിടെ കയറിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിരിക്കും, ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ വരുന്ന വഴിയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ മക്കോഫയുടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും കയറി കണ്ടു. പിന്നെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നേക്കുന്നത് സ്പൈസസ് ഗാർഡനിലേക്കാണ്. മൂന്നാറിലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇതും. ആനച്ചലാണ് ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഈ ലൊക്കേഷൻ നമ്മൾ ആനച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പൈസസ് ഗാർഡനിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ലാസ്റ്റ് കാണിച്ചത് വാനില ഉണ്ടല്ലോ, അതിന്റെ ചെടിയാണ്. പിന്നെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഗൈഡിനെ തരും, അവരാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സ്പൈസസ് മേടിക്കാം. പിന്നെ അവിടെ ആയുർവേദ ഡോക്ടറും ഉണ്ട്. അപ്പോൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് നമ്മുടെ അസുഖങ്ങൾക്കുള്ള മരുന്നൊക്കെ മേടിക്കാം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്കും ഹസ്ബൻഡിനും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ബോട്ടിങ്ങിനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിങ്ങിനാണ് കയറിയിട്ടുള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ സാധാരണ ബോട്ടിങ്ങിനും കൊട്ടവഞ്ചിയിലും സോളാർ ബോട്ടിംഗ് ഒക്കെ അല്ലേ കയറിയത്. അപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ടിങ്ങും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ആഗ്രഹം. അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേറൊരു കപ്പിൾസുമായിട്ട് ചേർന്നിട്ടാണ് നമ്മളൊരു സ്പീഡ് ബോട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അവർ ഒഡീഷയിൽ നിന്ന് വരുന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഭാഷ അറിയത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി മിണ്ടി, ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു കേട്ടോ. ഓരോ യാത്രകളും മനോഹരമാക്കുന്നത് അങ്ങനെയാണല്ലേ. നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മുടെ യാത്രകൾ എപ്പോഴും മനോഹരമാക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളൊരു യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആളുകളും കൂടി അതുപോലെ സഹകരിച്ചാൽ നമുക്ക് ആ യാത്ര വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. അപ്പം നമുക്ക് ദൈവം സഹായിച്ച് ഇപ്പോഴത്തെ യാത്രയിലും കഴിഞ്ഞ വർഷത്തെ കൊടൈക്കനാൽ യാത്രയിലാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടിയ ഡ്രൈവർമാരാണെങ്കിലും നമ്മൾ അവിടെ പോയി പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിലും ഒക്കെ നല്ല നല്ല ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും അവരുമായിട്ട് സഹകരിക്കാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. അതിലെനിക്ക് ഒത്തിരി സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും തോന്നി. പിന്നെ അത് ഞങ്ങൾ രാഗ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. മോഹിനിയാട്ടം, അതുപോലെ കഥകളി, പിന്നെ തെയ്യം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് അനുഭവിച്ച് അറിയേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കളരിപ്പയറ്റും ഉണ്ട്. ഇതുപോലെ ഒത്തിരി കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഡ്രൈവർ ഈ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സാണ് ഉണ്ടായിരുന്നത്. മലയാളികൾ വളരെ ചുരുക്കമായിരുന്നു കേട്ടോ. ഞാൻ അവിടെ മലയാളികളെ ആരെയും കണ്ടതുമില്ല. അപ്പോൾ ഇതെനിക്ക് ഫസ്റ്റ് അനുഭവമായിരുന്നു. കഥകളി ആണെങ്കിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കളരിപ്പയറ്റിലെ ഈ പ്രോഗ്രാം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അവർ ഒരുപാട് ഫയർ കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫയർ ആർട്സും കാര്യങ്ങളും. പിന്നെ കളരിയിലുള്ള ഓരോ അടവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്, സെക്കൻഡ് ഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തിരികെ പോകുന്ന ദിവസമാണ്, ജനുവരി 2 ഞങ്ങൾ റിട്ടേൺ. തിരികെ വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് വരുന്ന വഴിയിൽ കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്യാമെന്ന് കരുതി. നമുക്ക് ഈവനിങ് ഒരു 7:30 ട്രെയിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമുണ്ട്. വരുന്ന വഴിയിൽ നമ്മുടെ ചിന്നക്കനാൽ വാട്ടർഫാൾസിൽ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ അവിടെ വെള്ളമില്ല, മഴ ആയതുകൊണ്ടെന്ന്. അപ്പോൾ ന്യൂ ഇയറിന് അന്ന് ഇവിടെ മഴ പെയ്തു. നെക്സ്റ്റ് ഡേ ആയപ്പോൾ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതും കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി.
അപ്പം ഞങ്ങളുടെ ഡ്രൈവറും പറഞ്ഞത് എല്ലാ ക്ലൈമറ്റും ഒരു ട്രിപ്പിൽ തന്നെ കാണാൻ പറ്റിയതൊരു ഭാഗ്യമാണെന്നാണ്. നല്ല വെയിലും നല്ല മഞ്ഞും മഴ പെയ്തപ്പോഴുണ്ടായ ആ ഒരു ക്ലൈമറ്റിലെ വ്യത്യാസവും ഒക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ട് പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വരുന്ന വഴിയിൽ ഇവിടെ ഒരു ചെറിയൊരു ടീ എസ്റ്റേറ്റിൽ വന്ന് കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. ഇതും ഞങ്ങളെ ഡ്രൈവർ കൊണ്ടുവന്നൊരു ലൊക്കേഷനാണ്. ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് വരുന്നത് അത്രേ. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. സാധാരണ വ്യൂ പോയിന്റിലും മറ്റു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും നോക്കാനോ ഒന്നും കാണാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഡ്രൈവറിനോട് പറഞ്ഞപ്പോൾ പുള്ളി നമ്മളെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തിക്കും തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ നമ്മളും പ്രകൃതിയും മാത്രമായിട്ടുള്ളൊരു നിമിഷം. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ചു നേരം നമ്മൾ തനിച്ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണല്ലേ. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും തേയിലത്തോട്ടമാണ് ചുറ്റിനും, കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ മൂന്നാറിൽ പോയപ്പോഴത്തേക്കും വ്യൂ പോയിന്റിൽ പോയിട്ട് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ അവിടെ ഫോട്ടോഗ്രാഫറിനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തതാണ്. അപ്പം അതിന് കോപ്പി എടുത്തതിന് തന്നെ 500 rupees ആയി. 30ഓളം സോഫ്റ്റ് കോപ്പി നമ്മുടെ ഫോണിലേക്ക് അവർ സെൻഡ് ചെയ്ത് തരുവാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതേ നേരെ നമ്മൾ ഇഡ്ലി മൗണ്ടൈൻ വഴിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനാണ് ഞാൻ പറഞ്ഞത് വിൻഡോസ് XPയുടെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. വാൾപേപ്പർ സെറ്റ് ചെയ്തേക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത്. അങ്ങനെ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ട് നേരെ ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്ന വഴിയിൽ തന്നെ ഇവിടെ ഒരു CSI ചർച്ച് ഉണ്ട്. ഇവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെ പ്രെയർ നടക്കുന്നുണ്ട്. ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. അതിന്റെ പ്രത്യേകത ബ്രിട്ടീഷുകാർ കെട്ടിയൊരു ചർച്ചാണത്രേ. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ചർച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരത്തിലാണ് അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ. നമുക്ക് ഉള്ളിൽ കയറി കാണാമായിരുന്നു, പക്ഷേ പ്രെയർ നടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പിന്നെ അതേ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് എക്കോ പാർക്കിലാണ്. മൂന്നാറിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന വഴിയിലാണ് ഈ ഒരു പാർക്ക് ഇരിക്കുന്നത് കേട്ടോ. ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9 മാസമേ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബേർഡ്സിനെയൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇതിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഒരു ജീവികളെയും തൊട്ടിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് ഇതിനെയൊക്കെ എടുത്തു. പിന്നെ ഇവിടെയും ഫിഷ് ഫീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ KPMൽ കണ്ട സെയിം സംഭവം. പിന്നെ ബേർഡ്സിന് ഫീഡിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാമ്പൊക്കെ ഉണ്ട്. പാമ്പിനെയൊക്കെ നമുക്ക് തോളത്തിട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. എനിക്ക് നല്ല പേടിയായതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും കയറില്ല. ഹസ്ബൻഡും പാമ്പിൻ്റെ അടുത്തൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ അതേ ആമ, ഈ ആമയുടെ പേര് അവർ പറഞ്ഞത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ഇനത്തിൽ പെടുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. 2ാം സ്ഥാനം എന്താണ് ഈ ആമയുടെ സൈസിനുള്ളത് അത്രേ. ഇത് ഇനിയും വലുതാവുമെന്നാണ് പറഞ്ഞത്. തീരെ കുഞ്ഞ് ആമയാണ്. അങ്ങനെ അത് ഹസ്ബൻഡ് എടുത്തു. പിന്നെ അതേ ഒട്ടക പക്ഷിയെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ എമു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത് പോയിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഇത് ബഹളം വെക്കും. അതുപോലെ തന്നെ ഫോണൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനൊക്കെ നോക്കും. നമ്മൾ നല്ല സേഫായിട്ട് വേണം നിൽക്കാനായിട്ട്. ഇത് എമു ആണ്. ഇവിടെ ഒത്തിരി ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അരയന്നം, പിന്നെ അതുപോലെ തന്നെ അരയന്നത്തിൽ തന്നെ കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള വെള്ളയും കറുപ്പും പിന്നെ താറാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണെങ്കിൽ നീറ്റായിട്ട് തന്നെയാണ് അവരോട് സൂക്ഷിച്ചേക്കുന്നത്. പിന്നെ പാരറ്റിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പുറം രാജ്യങ്ങളിൽ വളരുന്ന കുറേ അധികം ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലൂബെറി, സ്ട്രോബെറി, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ്. ഞാൻ അതൊന്നും വിശദമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല, ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇവിടെ വന്നിട്ട് ട്രീ ഹൗസിൽ കയറാം. ട്രീയുടെ മേലെയാണ് ഈ ഹൗസ് വെച്ചേക്കുന്നത്. സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് വഴി നമുക്ക് നേരെ കയറിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് വന്ന് ഇറങ്ങും. കുട്ടികളുടെ പാർക്കാണ്. അപ്പോൾ ഇവിടെ വളരെ ചെറിയൊരു ഔട്ട്ഡോർ പാർക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ഗെയിംസേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്ന് സമയം പോയി. അങ്ങനെ നമുക്കിപ്പോൾ ഒരുപാട് സമയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരുന്നു. അത് വരുന്ന വഴിയിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോയെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഒരു കരിക്കും മേടിച്ച് കുടിച്ചിട്ട് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഈ ഒരു എക്കോ പാർക്കിനോട് ചേർന്ന് തന്നെ ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 1-2 ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. എന്തൊക്കെയാണ് എടുത്തതെന്നൊക്കെ നമ്മുടെ വരുന്ന വ്ളോഗിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾക്ക് ഇവിടുന്ന് എറണാകുളത്ത് നിന്നായിരുന്നേ ട്രെയിന്. വൈകുന്നേരം 7:30ക്കുള്ള ട്രെയിനാണ് കയറിയത്, 7:45 ട്രെയിന്. അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ചെന്നൈയിൽ വന്നിറങ്ങിയത് പിറ്റേ ദിവസം രാവിലെയാണ്.
അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ വരുന്ന വ്ളോഗ്സ് ഒക്കെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.